വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി ഇൻസ്റ്റൻറ്റ് എഗ്ഗ്ലെസ് പ്ലം കേക്ക് റെസിപ്പിയാണ്. എഗ്ഗ് ചേർക്കാതെ തന്നെ വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പ്ലം കേക്ക് നമുക്ക് തയ്യാറാക്കാം. ഇതിനായി ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് സോക്ക് ചെയ്തെടുക്കാം. ഇതിനായി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടിയും 2 ടേബിൾ സ്പൂൺ ഡ്രൈഡ് ചെറിയും 2 ടേബിൾ സ്പൂൺ ക്രാൻബെറിയും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കഷ്ണങ്ങൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഡ്രൈഡ് ജിഞ്ചർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1/4 കപ്പ് ബ്ലാക്ക് റേസിൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. റേസിൻസും ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ഓറഞ്ച് ജ്യൂസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഡ്രൈ ഫ്രൂട്ട്സ് നികക്കരെ നിൽക്കുന്ന വിധത്തിൽ നമ്മൾ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് കാരമൽ സിറപ്പ് തയ്യാറാക്കാം. അതിനായി ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം പഞ്ചസാര മെൽറ്റാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനിടയ്ക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർക്കുകയോ സ്പൂൺ കൊണ്ട് ഇളക്കുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഈ ഒരു കളർ മാറുന്ന സമയത്ത് നമുക്ക് പാത്രം ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിനുശേഷം ഇത് ഏകദേശം മൊത്തത്തിൽ ഒരു ബ്രൗൺ കളർ ആയി തുടങ്ങുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുന്നത്. ഈ സമയത്ത് തീ ഒരല്പം കൂട്ടി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി ഒന്ന് പതഞ്ഞ് വരണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, സൈഡിൽ നിന്നെല്ലാം ഇത് പതഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പത കംപ്ലീറ്റ് ആയി വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പത കംപ്ലീറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ നന്നായി ചൂടാക്കിയ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ ദേഹത്തേക്കൊന്നും തെറിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം ചേർത്തതിന് ശേഷം തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. 1 മിനിറ്റ് സമയം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. ഇതിനായി 2 ഏലക്കായും 1 ചെറിയ കഷ്ണം പട്ടയും 3 ഗ്രാമ്പുവും 1 നട്ട്മഗിൻ്റെ പകുതിയും എടുത്തിട്ടുണ്ട്. ഇവ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു കിട്ടുകയില്ല. അപ്പോൾ ഇത് ഞാൻ നന്നായി പൊടിച്ച് ഇവിടെ കവർ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ബാറ്ററിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് 3 തവണ ഇങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ 3 തവണ അരിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടുക. പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന സ്പൈസസിൻ്റെ കൂട്ടാണ്. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ആവശ്യത്തിന് സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലെ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഈ ഫ്രൂട്ട് മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് ഇതിലെ ജ്യൂസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇത് നമ്മൾ പിന്നീട് ബാറ്ററിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇത് സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന കാഷ്യൂ നട്ട്സ് ഈ സമയത്താണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സോക്ക് ചെയ്യുന്ന സമയത്ത് കാഷ്യൂ നട്ട്സ് ഇതിനകത്ത് ചേർത്തിരുന്നില്ല. ഇതിനകത്തേക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ഈ സമയത്ത് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മൈദയിൽ നന്നായി കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഡ്രൈ ഫ്രൂട്ട്സ് നിൽക്കുന്നതാണ്.
ഇനി നമുക്ക് കേക്കിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിനകത്തേക്ക് 1/2 കപ്പ് മെൽറ്റഡ് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. പിന്നീട് ഇതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് ചേർത്തിരിക്കുന്നത്. ഇത് പൊടിക്കാത്ത ബ്രൗൺ ഷുഗറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബട്ടറിന് പകരം ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല തിളപ്പിച്ച പാലാണ് ഞാൻ ഈ സമയത്ത് ചൂടോടുകൂടെ തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്തതിന് ശേഷം ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചൂടുള്ള പാൽ കൂടെ എത്തിയതോടുകൂടി ആ ഷുഗറെല്ലാം നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് 1/2 കപ്പ് വിസ്ക്ഡ് യോഗേർട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ യോഗേർട്ട് ഇതിൽ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കാരമൽ സിറപ്പാണ് ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തേനിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഈ സിറപ്പ് ഈ സമയത്ത് ഉള്ളത്. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരമൽ സിറപ്പ് നന്നായി മിക്സ് ആയതിനു ശേഷം ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പാറ്റില യൂസ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നിങ്ങൾ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള ഫ്ലോർ കൂടി ഞാൻ കുറേശ്ശെയായി ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്ലോർ എല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്റ്റേജിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്ററിൻ്റെ തിക്നെസ് ഇരിക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് ബാക്കിയുള്ളത് ഇതിനകത്തേക്ക് ഒരു 3 ടീസ്പൂണാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയതിന് ശേഷം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നീട് 1/2 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീര് കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ചേർത്ത് കൊടുക്കുക. ഇതിലെ എയർ ബബിൾസ് പോകുന്നതിന് ഒരു സ്ക്യൂവർ യൂസ് ചെയ്ത് ഞാനിവിടെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഈ രീതിയിൽ ടാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഓവൻ ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഓവനിലേക്കാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഓവനിലേക്ക് മാറ്റി കൊടുത്ത് 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 to 50 മിനിറ്റ്സാണ് ഞാൻ ബേക്കിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിന് മുൻപും ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് നല്ലൊരു പ്രതികരണമാണ് എല്ലാവരിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.